ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറയുന്ന ഈ വീക്ക് മണി വീക്കാണ്, അതായത് ബിഗ് ബാങ് വീക്ക്. ഇത് പല ടാസ്കിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കുന്ന ഒരു രീതിയാണ്. വലുതും ചെറുതുമായ തുകകൾ പല ടാസ്കിലൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ തുകകളെല്ലാം കിട്ടുന്നത് മറ്റേ ഈ വിജയിയുടെ തുകയിൽ നിന്നാകും. അപ്പോൾ എത്ര തുക കിട്ടുന്നോ അത് വിജയിയുടെ തുകയിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ടാസ്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ 10,000 രൂപയാണ് ടോട്ടലായിട്ട് എല്ലാവർക്കും കൂടെ കിട്ടുന്നതെങ്കിൽ ആ 10,000 രൂപ വിജയിയുടെ ഇതിൽ നിന്ന് സമ്മാനത്തിൽ നിന്നും കുറയ്ക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയുന്നു, അയ്യോ ബിഗ് ബോസ് അതെന്താണ് അങ്ങനെ കുറയ്ക്കുമോ എന്നൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. വിന്നറുടെ പൈസയാണ് കുറയാൻ പോകുന്നതെന്ന് കേട്ടപ്പം ചിലർ അഭിപ്രായം പറയുന്നുണ്ട്, ചിലർ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുന്നത് മാറ്റിയിട്ട് പണം വാരി നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാം എന്നതാണ് ബിഗ് ബാങ് വീക്കിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ടാസ്കുകളൊക്കെ ബുദ്ധിപൂർവ്വം കളിക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. അതുപോലെ ശ്രീ മോഹൻലാൽ നൽകിയ പണിഷ്മെൻറ്റ് മൂലം നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പൈസ പോലും നെവിന് എടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ആദ്യ ടാസ്കിൻ്റെ പേര് പെരുമഴ. അത് ഗാർഡൻ ഏരിയയിൽ ഇടിയും മഴയുടെയും ശബ്ദം കേൾക്കുമ്പോൾ പണം മഴയായി പെയ്യും. അത് കളക്ട് ചെയ്യുന്നവർക്ക് ആ പൈസ സ്വന്തമാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ആദ്യ പണം പെരുമഴയിലൂടെ തരുന്നത് 10,000 രൂപയാണ്. പക്ഷേ ഇത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകണ്ട എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ പാവൻ നെവിന് മാത്രം ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.